Hello friends, welcome to my channel. ഞാൻ ഇന്ന് ടെറാക്കോട്ടയുടെ ഒരു പീകോക്ക് നെക്ലസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു മോൾഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മോൾഡിൽ നന്നായിട്ട് ഓയിൽ തടവി വെക്കണേണ്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾക്ക് ബീഡ്സ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഡ്സ് എല്ലാം സെയിം അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ജുംക്ക മോൾഡിൽ ആറാമത്തെ കുഴിയിൽ വെച്ചിട്ടാണ് ബീഡ്സ് എടുക്കുന്നത്. അപ്പോൾ അതിൽ വെച്ചിട്ട് നല്ല ഒരു ബീഡ്സ് എടുക്കുക. നമുക്കിത് നന്നായിട്ട് സ്മൂത്തൻ ചെയ്തിട്ട് നമ്മുടെ ഈ മോൾഡിൽ വെച്ച് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് പതുക്കി എടുക്കണം. അതിൻ്റെ ഇംപ്രഷൻസൊക്കെ മുഴുവനായിട്ട് വരാൻ വേണ്ടിയിട്ടാണത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എക്സസ് ഉള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൽ ഇംപ്രഷൻസ് എന്തെങ്കിലും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കതൊന്ന് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്ത് അതിൻ്റെ ഇംപ്രഷൻസൊക്കെ ഒന്ന് കറക്റ്റാക്കി ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ അവിടെ ഒരു ഡോട്ട് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ടൊരു ഡോട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതെന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും ചെറിയൊരു കമ്പി എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് താഴെയായിട്ട് ഞാനൊരു ബീഡ്സ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീഡ്സ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബീഡ്സാണ്. മൂന്നാം കുഴിയിൽ വെച്ചെടുത്തിട്ടുള്ള ബീഡ്സ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ബീഡ്സ് വെറ്റാണെങ്കിൽ നമ്മൾ രണ്ടും വെറ്റായി അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബീഡ്സ് നേരത്തെ തന്നെ ഡ്രൈ ആക്കി ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോൾഡിലെ രണ്ട് സൈഡിലുള്ള ഇതിനകത്തുനിന്ന് നമുക്ക് ബീഡ്സ് ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സൈഡൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ബീഡ്സൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് നെക്ലസിന് വേണ്ടിയിട്ട് 16 പീകോക്ക് ബീഡ്സാണ് ആവശ്യം. പിന്നെ നമുക്ക് ഇയറിങ്ങിന് വേണ്ടിയിട്ട് രണ്ടും വേണം. അപ്പം നമുക്ക് 18 ഇതുപോലത്തെ 18 ബീഡ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച കുറച്ച് ബീഡ്സാണ്. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ബീഡ്സാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഓരോരോ നോർമൽ ബീഡ്സും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നാലാമത്തെ കുഴിയിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ബീഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ പീകോക്ക് ബീഡ്സിൻ്റെ നടുക്കും ഒരു നോർമൽ ബീഡ്സ് അങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നല്ലതായിട്ട് സ്മൂത്തൻ ചെയ്തെടുക്കുക ബീഡ്സ്. എന്നിട്ട് നമുക്ക് അതിനകത്തൊരു ഹോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓരോ ബീഡ്സിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് കളർ അപ്ലൈ ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് കളറ് ഫസ്റ്റ് ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത് ബേസ് കോട്ടായിട്ട്. അപ്പോൾ അത് നമ്മുടെ പീകോക്ക് ഡിസൈനിലുള്ള ബീഡ്സിൻ്റെ നമുക്ക് ഫുള്ളായിട്ട് അത് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ബാക്കിൽ ബീഡ്സിൽ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ ഒരു സൈഡും വിട്ടു പോകാണ്ട് ഫുള്ളായിട്ട് വരുന്നതുപോലെ അപ്ലൈ ചെയ്യാം. ബ്ലാക്ക് ഒരു കോട്ടേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കളറാണോ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കളറ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് പീകോക്ക് ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്, മെറ്റാലിക് ബ്ലൂ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നെക്കൊക്കെ വരുന്ന സൈഡിലൊക്കെ നമുക്ക് മെറ്റാലിക് ബ്ലൂ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഒത്തിരി തിക്കായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക, എന്നാൽ അതിൻ്റെ ഇംപ്രഷൻസൊക്കെ പോകും. അപ്പോൾ ലൈറ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഞാനിത് ബീഡ്സിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബീഡ്സിലും ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്ക് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അടുത്തത് നമുക്ക് ഗ്രീൻ യൂസ് ചെയ്യാം. ഇത് മെറ്റാലിക് ഗ്രീൻ ആണ്. അപ്പോൾ മയിൽപീലി വരുന്ന സൈഡിലൊക്കെ നമുക്ക് മെറ്റാലിക് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്കി ഫുള്ളായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലും സൈഡിലും എല്ലാം മെറ്റാലിക് ഗ്രീൻ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. സൈഡിലും ബാക്കിലും എല്ലാം ഫുള്ളായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണേണ്. ഒട്ടും ബ്ലാക്ക് കാണാത്ത വിധം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണേണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ് നമുക്ക് ഒരു കോട്ട് വാർണിഷും കൂടി അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ബീഡ്സിന് ഞാൻ അതിനകത്തും ഗ്രീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നന്നായി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ വാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇയറിങ്ങിൻ്റെ പിന്നെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കമ്പിയിലാണ് കോർത്തിരിക്കുന്നത്. എന്നിട്ട് സൈഡിലായിട്ട് ത്രെഡിൻ്റെ കണക്ടറും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ബീഡ്സ് ഇടവിട്ടിട്ട് നമ്മളത് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ത്രെഡിൻ്റെ കണക്ടറും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്